ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വീണ്ടും വിഭജിക്കുന്നു. പാലക്കാട് ഡിവിഷനിൽ ഉൾപ്പെട്ട മംഗലാപുരം ഉൾപ്പെടുന്ന റെയിൽവേ മേഖലയാണ് മാറ്റാൻ ലക്ഷ്യം. ഇതോടെ പാലക്കാട് ഡിവിഷന്റെ കിലോമീറ്റർ ചുറ്റളവ് കുറയും എന്നതിനാൽ തിരുവനന്തപുരം ഡിവിഷനിലേക്ക് ലയിപ്പിക്കാനാണ് നീക്കം. 1184 കിലോമീറ്റർ ഉണ്ടായിരുന്ന പാലക്കാട് ഡിവിഷന്റെ തമിഴ്നാട്ടിലെ 584 കിലോമീറ്റർ സേലം ഡിവിഷൻ രൂപവൽക്കരിക്കുന്നതിനായി മാറ്റിയിരുന്നു. 2007 നവംബർ 1-നാണ് സേലം ഡിവിഷൻ രൂപവൽക്കരിച്ചത്. പിന്നീട് 577.44 കിലോമീറ്ററായി പാലക്കാട് ഡിവിഷൻ ചുരുങ്ങി. കോയമ്പത്തൂർ മുതൽ മംഗലാപുരം വരെയുള്ള ദൂരപരിധിയിലെ റെയിൽവേ ഡിവിഷൻ ചുറ്റളവാണിത്. ഇതിൽ 64.93 കിലോമീറ്റർ തമിഴ്നാട്ടിലും 38.94 കിലോമീറ്റർ കർണാടകയിലുമാണ്. മംഗലാപുരം ഡിവിഷൻ രൂപവൽക്കരിക്കുന്നതോടെ കർണാടകയിലേക്ക് ഈ പ്രദേശം ഉൾപ്പെടുത്തുകയും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്ന പ്രദേശം സേലം ഡിവിഷനിലേക്കും മാറ്റി പാലക്കാട് ഡിവിഷന്റെ വിസ്തൃതി കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്നും പറയുന്നു. ഇതോടെ പാലക്കാട് ഡിവിഷനെ തിരുവനന്തപുരം ഡിവിഷനിലേക്ക് ലയിപ്പിക്കാനും ലക്ഷ്യമുള്ളതായും പറയുന്നു. കഴിഞ്ഞ ദിവസം റെയിൽവേ സഹമന്ത്രി വി സോമണ്ണയും കൊങ്കൺ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർമാരുടെയും യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമായതായാണ് സൂചന. റെയിൽവേ സഹമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട രേഖകളും പരിശോധിച്ചതായും പറയുന്നു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. മധുര റെയിൽവേ ഡിവിഷൻ രൂപീകരണത്തിന് വേണ്ടി പാലക്കാട് ഡിവിഷന്റെ ഭൂരിഭാഗം പ്രദേശവും സേലം ഡിവിഷനിലേക്ക് ലയിപ്പിച്ചു. ഇപ്പോൾ വീണ്ടും പാലക്കാട് ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള ശ്രമം റെയിൽവേ ആരംഭിച്ചിരിക്കുകയാണെന്നും അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ CE ചാക്കുണ്ണിയും ദേശീയ കൺവീനർ സൺഷൈൻ ഷൊർണൂരും പറഞ്ഞു. ഡിവിഷൻ വിഭജിച്ച് മംഗലാപുരത്തേക്ക് മാറ്റിയാൽ ചരക്ക് ഗതാഗത ഇനത്തിലും ടിക്കറ്റ് ചാർജ് ഇനത്തിലും വലിയ സാമ്പത്തിക നഷ്ടം പാലക്കാട് ഡിവിഷന് സംഭവിക്കുമെന്നും ഇവർ പറയുന്നു. ചിത്തുര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.